പ്രയാഗ്രാജിലെ കുംഭമേളയിലേക്ക് ജനങ്ങൾ ലോകത്തിലെ എല്ലാ കോണിൽ നിന്നും ഓടിയെത്തുകയാണ്. നമുക്കൊപ്പം ഫുട്ബോൾ താരം CK വിനീത് ഉണ്ട്. കുറേ ദിവസങ്ങൾ അദ്ദേഹം ഇവിടെ ഉണ്ട്. ഒരു ഫോട്ടോഗ്രാഫറിൻ്റെ റോളിലാണ് എന്നാണെങ്കിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് കുംഭമേള കണ്ടിട്ട്? നല്ലതാണ്, കുഴപ്പമില്ല, ഉഷാറായിട്ട് പോവാണ്. ഇപ്പം ഞങ്ങൾ നാളെ തിരിച്ചു പോകും. ഞാനും റീനോവും പ്രതിപണ്ണം ഡ്രൈവ് ചെയ്ത് വന്നതാണ്. ടാറ്റ EV എടുത്തിട്ട്, എന്താ പറയുക, EVൻ്റെ പ്രൊമോഷനും കൂടിയാണ്. അങ്ങനെ വന്നതാണ്. എല്ലായിടത്തും പോയോടെ? എല്ലായിടത്തും ഒന്നും പോകാൻ പറ്റില്ല, പറ്റുന്ന സ്ഥലത്ത്, കാരണം ഭയങ്കര വാസ്റ്റ് ഏരിയയാണ്. അപ്പോൾ എല്ലായിടത്തും പോകാൻ പറ്റില്ല, പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി. ക്രമീകരണമൊക്കെ ഒരുക്കിയിരിക്കുന്നത് ഇവിടെ? കുഴപ്പമില്ല, ഇവിടെ സാധാരണക്കാർക്ക് വേണ്ടി പ്രത്യേക ക്രമീകരണങ്ങളൊന്നുമില്ല. എല്ലാം VVIPകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പം വണ്ടികൾ, ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ 20 കിലോമീറ്ററിന് അപ്പുറത്ത് നിന്ന് നടന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. താമസ സൗകര്യങ്ങളൊക്കെ ഈ പറയുന്ന മാതിരി എല്ലാവർക്കും ഒന്നുമില്ല. എല്ലാവരും റോഡിലും അവിടെ ഇവിടെയൊക്കെ തന്നെയാണ് കിടന്നിട്ടുള്ളത്. പറയുന്ന അങ്ങനെ അത്ര വലിയ ഇതൊന്നുമില്ല ഇവിടെ ആൾക്കാർക്ക്, സാധാരണക്കാർക്ക്. കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായ സ്ഥലത്തൊക്കെ ഫോട്ടോ എടുക്കാനൊക്കെ പോയിരുന്നു വിനീത്? അപകടം ഉണ്ടായ സ്ഥലത്തായിരുന്നു ഞാൻ ആദ്യം. ഒരു അപകടം ഉണ്ടാകുന്നതിന് 1 മണിക്കൂർ മുന്നേ വരെ അവിടെ തിരക്കായതുകൊണ്ട് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോയതാണ്. ഞാൻ പറഞ്ഞു, അതും ഈ പറയുന്ന ഒരു ഇവർ VVIP അല്ലെങ്കിൽ ഈ സാധുസിന് വേണ്ടി മാറ്റി കെട്ടിയിട്ടുള്ള ആ ഏരിയൻ്റെ തൊട്ടടുത്താണ്. അതായത് എല്ലാവർക്കും ത്രിവേണി സംഗമത്തിൽ കുളിക്കണമല്ലോ, എല്ലാവരും അങ്ങോട്ടേക്കാണ് പോകുന്നത്. പക്ഷേ അവിടെ എല്ലാവർക്കും പോകാനുള്ള സൗകര്യമില്ല, അത് അവർ കൃത്യമായിട്ട് മാനേജ് ചെയ്തിട്ടില്ല. വിമർശനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉയരുന്നു, അതിലെന്തെങ്കിലും പ്രതികരണം? അതൊക്കെ ഇന്ന് മാറ്റിയല്ലോ. ഇന്നിപ്പം VVIP പാസസ് ഒക്കെ ക്യാൻസൽ ചെയ്തു, ഒരു വഴിയിലേക്ക് മാത്രമായി എല്ലാം തിരിച്ചു. എന്തൊക്കെയോ മാറ്റങ്ങൾ ഇന്ന് അവർ വരുത്തി, കുറേ കാര്യങ്ങൾ. വിമർശനങ്ങളുണ്ട്, പക്ഷേ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നതല്ലേ, എല്ലാം പെട്ടെന്ന് തന്നെ നടക്കണമെന്നില്ലല്ലോ. VIP പാസ് തന്നെയാണ് പ്രശ്നം ഉണ്ടാക്കിയത് കഴിഞ്ഞത്? ആയിരിക്കാം, എനിക്കത് കൃത്യമായിട്ട് അറിയുന്നില്ല. ഞാൻ പറയുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ് പരിപാടി നടക്കുന്നത്. ബാക്കി സാധാരണക്കാർക്ക് നിങ്ങൾ ഇവരോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി, ഇവർ തന്നെ പറയും. ഞാൻ തന്നെ വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്ര ദിവസം ഉണ്ട് ഇനി? ഞാൻ 2 ദിവസം കൂടിയുള്ളൂ, ഞാൻ തിരിച്ചു പോകും. CK വിനീത് 2 ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു, അടുത്ത ദിവസം മടങ്ങും. വളരെ വിപുലമായി തന്നെ കുംഭമേള കണ്ടു മടങ്ങാനുള്ള തീരുമാനമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസത്തെ അപകടം നടക്കുന്ന തൊട്ട് മുമ്പ് അദ്ദേഹം അവിടെ എത്തിയിരുന്നു. എന്താണെങ്കിലും VIPകൾ കൂടുതൽ പരിഗണന നൽകുന്നു, സാധാരണക്കാർക്ക് കൂടുതൽ എന്നാണ് അദ്ദേഹം ഒരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും വരും ദിവസങ്ങൾ അത് പരിഹരിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.